നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കാട്ടിയെടുപ്പിൽ എന്ന പ്രദേശത്ത് നമ്മുടെ മുക്കം സ്വദേശി മുഹമ്മദ് മോൻ്റെ ഒരു ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്രഷറിൽ നിന്നും മലിനജലം വൻതോതിൽ ജലാശയങ്ങളിലേക്ക് വിടുന്നതിൻ്റെ ഫലമായി നമ്മുടെ കാട്ടിയെടുപ്പിൽ മുതൽ അറബിക്കടൽ വരെയുള്ള തോട് വളരെയധികം അശുദ്ധമായി കിടക്കുകയാണ്. ഇത് ചാലിയാർ പുഴയേക്കാണ് ഇത് പ്രധാനമായും പോകുന്നത്. ഇവിടെ ഈ വെള്ളത്തിൽ 95% വെടിമരുന്നിൻ്റെ അംശമുണ്ട്. ആ വെടിമരുന്നിൻ്റെ അംശം ഉള്ള കാരണത്താൽ തന്നെ ക്യാൻസർ രോഗം വരുന്നതാണ്. ഇതിൽ രാവിലെ കുളിച്ച ആളുകൾ മുഴുവൻ ഇവിടെ നിന്ന് പാഞ്ഞു കഴിച്ചിലാവുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഇത് വളരെയധികം ചൊറിയുന്നുണ്ട്. അത് ഈ ചൊറിച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല. വെടിമരുന്നിൻ്റെ അംശം വളരെയധികം ദുസ്സഹമാണ്. ഇത് നമ്മുടെ ഈ തോടിൻ്റെയും അതേപോലെ തന്നെ ചാലിയാർ പുഴയുടെയും വക്കിൽ ഒരുപാട് കുടിവെള്ള പദ്ധതികളുണ്ട്. ഈ കുടിവെള്ള പദ്ധതിയിലേക്ക് തന്നെ ഇതിൻ്റെ അംശങ്ങൾ കലരുന്നു എന്നതാണ് ഇതിൻ്റെ വാസ്തവം. നമ്മുടെ നാട്ടിൽ വളരെയധികം മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതുപോലെയുള്ള ഒരു അനീതിക്കെതിരെ ഇവിടെയുള്ള ആളുകൾ ശബ്ദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു ക്വാറിക്ക് ലൈസൻസിന് വേണ്ടി 25ഓളം കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ അവിടെയുള്ള മലിനജലങ്ങളും മലിന വസ്തുക്കളും അവിടെ തന്നെ സംസ്കരിക്കണമെന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ആവശ്യമാണ്. ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൽ രാവിലെ മുതൽ ഈ വൻതോതിൽ മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുക്കം സ്വദേശി മുഹമ്മദ് മോൻ കാട്ടിയെടുപ്പിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് മോൻ്റെ ക്വാറിക്ക് ഒരു ലൈസൻസും ഇല്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ വേക്കോട് വാർഡ് 5-ാം വാർഡും 6-ാം വാർഡ് മെമ്പറും ഇതിന് ഉത്തരം നൽകിയേ തീരൂ. അതേപോലെ തന്നെ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് ഭരണസമിതിയും ഇതിന് ഉത്തരം നൽകേണ്ടതുണ്ട്. ഇത് ജനങ്ങൾക്ക് വളരെയധികം ദുസ്സഹമാണ്. ഇതിൽ ആളുകൾ കുളിക്കുകയും അതുപോലെ തന്നെ പശുക്കളെ കഴുകുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമായും ജനങ്ങൾക്ക് വളരെയധികം ദുസ്സഹമാണ്. കാട്ടിയെടുപ്പിൽ നിവാസികൾ ശബ്ദമലിനീകരണം, ജലമലിനീകരണം, അതുപോലെ തന്നെ അവിടെയുള്ള വായു മലിനീകരണം കൊണ്ട് പൊറുതുമട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത്. നമ്മുടെ കൊല്ലം നമ്മുടെ ചാട്ടലിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ ചൂടാട്ടിപ്പാറ പ്രദേശത്തിൻ്റെ അടുത്താണ്. ചൂടാട്ടിപ്പാറ തെഞ്ചേരി ഭാഗത്തിൻ്റെ അടുത്താണ് ഇത്. ഇവിടെ നിന്ന് അവിടെ മുഹമ്മദ് മോൻ്റെ ക്രഷറിൽ നിന്നും ഒഴുകി വരുന്ന മലിനജലം കൊണ്ട് വളരെയധികം ദുസ്സഹമായിരിക്കുകയാണ്. ഇതിലുള്ള ആളുകൾ ഒന്നടങ്കം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു വെള്ളം ഒന്നിനും പറ്റുകയില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കിണറുകളും മറ്റും വളരെയധികം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള മീനുകൾ വരെ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന നേർക്കാഴ്ചയാണ് കാണുന്നത്. ചാട്ടലുകൾ കല്ലുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൽ വളരെയധികം. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഈ മലിനജലം ഈ ഒഴുക്കി വരുന്ന ഈ ഒരു കോറി, നമ്മുടെ കാട്ടിയെടുപ്പിലുള്ള ഈ മുഹമ്മദ് മോൻ്റെ കോറി എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണമെന്നാണ് ഇവിടെയുള്ള നിവാസികൾ ഒന്നടങ്കം പറയുന്നത്. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ കാളപ്പൂട്ടിലുള്ള വെള്ളമല്ല, ഇത് മലിനജലമാണ്. കോറിയിൽ നിന്നും വരുന്ന മലിനജലമാണ്. ഈ മലിനജലം എല്ലാ ജനങ്ങൾക്കും ബാധിക്കും. ഒരു ലീഗുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ എന്നല്ല, ജനങ്ങൾക്ക് മൊത്തം ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ മലിനജലം. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദി ഇവിടെയുള്ള ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും മറ്റുള്ള മേഖലയുമാണ്. ഇവരുടെ മലിനജലം സംസ്കരിക്കാതെ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കാരണത്താൽ ഇതിന് ഉത്തരം പറയേണ്ടത് ഇതിന് ബന്ധപ്പെട്ട ഭരണാധികാരികളും പഞ്ചായത്ത് ഭരണസമിതിയും അതേപോലെ തന്നെ വാർഡ് മെമ്പർ 5-ാം വാർഡ് 6 വാർഡ് മെമ്പറാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. ഇത് നോക്കൂ, വളരെ ഭീമാകരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് കാളപ്പൂട്ട് കാഴ്ചയല്ല, ഇത് മലിനജലം, ക്രഷറിൽ നിന്ന് വന്ന മലിനജലമാണ്. ഇതിലെ ഒരു 5 സെക്കൻഡ് ഇതിൽ കാല് വെച്ചാൽ മതി, ചൊറിഞ്ഞ് പാളീസാവും. ചൊറിഞ്ഞ് മണ്ണ് കപ്പുന്നതാണ്. അത്രക്കും വളരെ ഡേഞ്ചറായ വെള്ളമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ജലാശയങ്ങളിലേക്കും മറ്റും വരുന്നത്. മഞ്ഞപ്പിത്തത്തിന് ഒരു പ്രധാന കാരണം ഈ മലിനജലമാണ്. വളരെയധികം വലിയ എല്ലാവിധ പദ്ധതികളും ജലനിധി പോലുള്ള വലിയ പദ്ധതികൾ ഈ ചാലിയാറിൻ്റെ വക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഈ ജനങ്ങൾ ഭീതിയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ മലിനജലം ഒഴുക്കിവിടുന്ന കോറികളെല്ലാം അടച്ചു പൂട്ടണം എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്.